ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 21 വാരം വ്യാഴം. വിശുദ്ധ മർക്കൂസ് എഴുതിയ സുവിശേഷം 6 അധ്യായം 17 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ശിരശ്ഛേദനമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം. വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ പതിഞ്ഞ വചനം ഇപ്രകാരമായിരുന്നു: രാജാവും അതീവ ദുഃഖിതനായി. യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് രാജാവ് അറിഞ്ഞിരുന്നു, സംരക്ഷണം നൽകിപ്പോന്നു. എന്നിട്ടും ശിരശ്ഛേദനത്തിന് ശേഷം ഹെറോദോസ് രാജാവ് അതീവ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. പ്രിയമുള്ളവരെ, വെളിച്ചം കാണാതെ കരയുന്ന മനുഷ്യരുണ്ട് ചുറ്റിലും. കുറ്റബോധത്തിൻ്റെ പേരിൽ, അനുതാപത്തിൻ്റെ പേരിൽ, സങ്കടങ്ങളുടെ പേരിൽ, ചിലപ്പോൾ ചെയ്തു പോയ ചില കെടുതികളിൽ, അറിവില്ലായ്മകളിൽ കുരുങ്ങിക്കിടന്ന് കരയുന്ന മനുഷ്യർ. ഇന്നത്തെ സുവിശേഷത്തിലെ ഹെറോദോസിനെ അത്തരത്തിൽ നോക്കിക്കാണുവാനായിട്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ ശ്രമിക്കുക. വെളിച്ചം കാണാതെ കരയുന്ന മനുഷ്യൻ. ഈ ദിവസങ്ങളിലെ മാധ്യമ വിചാരണകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ചിലർ നോ പറയേണ്ടിടത്ത് യെസ് പറഞ്ഞു, പിന്നീട് അത് നോ ആയി അവതരിപ്പിക്കാനായിട്ട് പെടാപ്പാടുപെടുന്നു, വിചാരണകൾ നേരിടുന്നു. അങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന രാജാവ് ഹെറോദോസ് അവസരത്തിൽ താരമായി അവസാനം വെളിച്ചം കാണാതെ കരയേണ്ട വന്ന മനുഷ്യനായിട്ട് സാഹചര്യത്തിലേക്ക് ജീവിതം മാറിപ്പോകുന്നു. ആർക്കും എപ്പോഴും സംഭവിച്ചേക്കാവുന്ന മാനുഷികമായ വീഴ്ചയാണ്. ഹെറോദോസിനെയും അക്കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. തെറ്റുകൾക്ക് കനം കുറയ്ക്കാൻ സ്നാപക യോഹന്നാനിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഹെറോദോസിനെ ദൈവം. ഇപ്രകാരമാണ് വചനത്തിൽ എഴുതി വയ്ക്കുക: അയാളത് സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു, സ്നാപക യോഹന്നാന്റെ വാക്കുകൾ അസ്വസ്ഥമാക്കിയിരുന്നെങ്കിലും. പക്ഷേ വ്യക്തി താൽപ്പര്യങ്ങളിൽ രാജാവിന് വാക്ക് പാലിക്കേണ്ടി വന്നു. അതായത് കൃത്യമായ ആലോചനകൾ ഹെറോദോസിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവ് അദ്ദേഹം പറഞ്ഞുപോയ വാക്കിൽ നിലനിന്നുകൊണ്ട് താൻ സംരക്ഷിച്ചു പോന്ന ആ മനുഷ്യനെ തന്നെ അസ്വസ്ഥമാക്കിയിരുന്നെങ്കിലും സന്തോഷത്തോടെ കേൾക്കുമായിരുന്ന ആ വാക്കിന് തടയിട്ടു. കൃത്യമായ ആലോചനയില്ലാതെ, വെളിച്ചം കാണാതെ കരയാൻ പിന്നീട് ജീവിതത്തിൽ വീണുപോയ ഹെറോദോസ് രാജാവ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സെലിബ്രിറ്റി ആയിട്ട് രാജാവ് മാറിപ്പോയി. അതെ, സംവൺ എൽസ് ഈസ് സെലിബ്രേറ്റിംഗ് അവർ ഓൺ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ അതിർവരമ്പുകളിൽ, ചില വീഴ്ചകളിൽ നമ്മൾ ദൈവത്തെയും മനുഷ്യനെയും മറന്നുകൊണ്ട് ഇങ്ങനെ വീണു പോവുകയാണ്. സ്നാപകൻ ഹെറോദോസിന് സത്യത്തിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിരുന്നു, ഒരു ഹീലിംഗ് പോയിന്റ്. അങ്ങനെ ഒരാളെ ഹെറോദോസ് നഷ്ടപ്പെടുത്തുകയാണ് ഹെറോദോസിൻ്റെ ജീവിതത്തിൽ നിന്ന്. ഈ വിചിന്തനം പറയാൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ ഒപ്പം ഒരു വീട്ടിൽ ഭവന സന്ദർശനത്തിന് പോയി. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ആക്സിഡൻ്റായി കുറച്ചധികം ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു. തലയ്ക്ക് സാരമായി പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവനെ കാണുവാനായിട്ട് ഞങ്ങൾ ഭവനത്തിൽ ചെന്നപ്പോൾ പോലും അത്രമാത്രം വ്യക്തതയില്ലാത്ത വാക്കുകളാണെങ്കിലും നോട്ടം കൊണ്ടായാലും അവൻ ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അവൻ കട്ടിലിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു. എന്തു ചോദിച്ചാലും അതെ എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അതേ എന്ന് പറയുമ്പോൾ തലയാട്ടുന്നുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ ഞങ്ങളുടെ പുരോഹിതരുടെ കുപ്പായം ലോഹ ധരിച്ചിട്ടുണ്ട്. ഞാൻ സിവിൽ ഡ്രസ്സിലായിരുന്നു. ചെന്ന സമയം മുതൽ വികാരിയച്ഛന് സ്തുതി കൊടുക്കുവാനായിട്ട് അവൻ്റെ മാതാപിതാക്കന്മാർ അവനോട് പറയുന്നുണ്ട്. അവൻ ആദ്യമൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് വികാരിയച്ഛൻ ഈ പയ്യൻ്റെ നെഞ്ചിൽ ഒരു കുരിശ് വരച്ചു. അതിനുശേഷം ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ 1 മിനിറ്റ് കൂടി ഞങ്ങൾ ആ വീട്ടിലിങ്ങനെ തങ്ങി. പെട്ടെന്ന് അവൻ പറഞ്ഞു, അച്ഛാ ഇരിക്കുക, കട്ടിലിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വികാരിയച്ഛനെ അവൻ കട്ടിൽ പിടിച്ചിരുത്തി. പെട്ടെന്ന് അവൻ്റെ സംസാരം കുറച്ചും കൂടെ വ്യക്തമാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നീടൊരു പരിചയം പെട്ടെന്ന് ആരംഭിക്കുകയായിരുന്നു. പതിയെ അന്നവൻ രാവിലെ വീടിൻ്റെ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലേക്ക് തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ
ഇവനും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വേയിച്ച് വഴി വരെ വന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, വികാരിയച്ചൻ അവൻ്റെ വേഗതയ്ക്കൊപ്പം തന്നെയാണ് പതിയെ ബൈക്ക് ഓടിക്കുക. അങ്ങനെ അവൻ ഞങ്ങളെ വഴിയുടെ ഏകദേശം തുടക്കം വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛൻ അവൻ്റെ നെഞ്ചിൽ ഒരു കുരിശു വരച്ചതിന് ശേഷമാണ് അവൻ പെട്ടെന്ന് ഇന്നത്തെ ദിവസം ഇത്രയും എനർജറ്റിക് ആയത്, അവൻ ഇത്രയും ആക്റ്റീവായത്. പ്രിയമുള്ളവരെ, വെളിച്ചം കാണാതെ കരയുന്ന ചില മനുഷ്യരിൽ, വെളിച്ചം കാണാതെ സ്വയം മറഞ്ഞിരിക്കുന്ന ചില മനുഷ്യർക്ക് ആരെങ്കിലും ഒരാൾ ഒരു ഹീലിംഗ് പോയിൻ്റായിട്ട് നമ്മുടെയൊക്കെ നെഞ്ചിൽ ഒരു കുരിശു വരയ്ക്കാനായിട്ട് ദൈവം തരും. അത്തരത്തിലൊക്കെ മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ആ മനുഷ്യരെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ടും അവരുടെ വാക്കുകളിലൂടെയും അവരുടെയൊക്കെ സാമീപ്യങ്ങളിലൂടെയും ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരാനായിട്ട് നമുക്ക് പരസ്പരം ശ്രമിക്കാം, മുന്നേറാം. വെളിച്ചം കാണാതെ കരയുന്ന മനുഷ്യരെക്കാൾ വെളിച്ചത്തിൽ നന്നായി ചിരിച്ചുകൊണ്ട് മനുഷ്യരെയൊക്കെ വീണ്ടും സൗഖ്യപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ തെറ്റുകൾക്ക് കനം കുറയട്ടെ, കണ്ണീരുകൾ സന്തോഷമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.